നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ ആലോചിച്ച് കരഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരിക്കും. ഒരിക്കൽ ഐഷ ബീബി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊച്ചു കുട്ടിയെ പോലെ ചോദിക്കുകയാണ്, നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരാമോ? നബി തങ്ങൾ രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, എൻ്റെ ഐഷയുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണമേ എന്ന് ചോദിക്കുകയാണ്. ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഐഷ ബീബിക്ക് ആ സന്തോഷം അടക്കാനായില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ തല ചായ്ച്ച് മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ, നിന്റെ പ്രാർത്ഥന നിനക്ക് അത്രയും സന്തോഷിപ്പിച്ചോ? അപ്പോ ഐഷ ബീബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങയുടെ പ്രാർത്ഥന എന്നെ അത്രയും സന്തോഷിപ്പിക്കാണ്ടിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, വല്ലാഹിയാണ്, എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ ഉമ്മത്തിന് കൊടുക്കുന്ന പ്രാർത്ഥനയാണിത്. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ ആലോചിച്ച് കരഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം തേടിയ ഒരു നേതാവാണ്. ആ സ്നേഹത്തിന് പകരമായി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ആ നേതാവിന് വേണ്ടി ഒരു 10 സ്വലാത്തെങ്കിലും നമുക്കൊരു ദിവസം ചൊല്ലിക്കൂടെ? ഇന്നു മുതൽ നമുക്ക് പതിവാക്കി ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.